ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ ഒരു പുതിയ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ദൂരമൊന്നും ഈ ഒരു യാത്ര പോകുന്നില്ല. ഒരു ചെറിയ യാത്രയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തമിഴ്നാടെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരിക്കും. തമിഴ്നാടിൻ്റെ തോഴൻ എന്നൊക്കെയാണ് പൊതുവേ നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഇപ്പോൾ ചിരിക്കുന്നുണ്ടായിരിക്കും. ബീബ്രോ എപ്പോൾ പോയാലും തമിഴ്നാട്ടിലേക്കാണ് പോകുന്നതെന്ന് പറയും. ശരിയാണ്, ഏറ്റവും അടുത്തുള്ളൊരു സംസ്ഥാനമാണ്. പിന്നെ ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ഒരുപാട് നല്ല ഭംഗിയുള്ള പ്രദേശങ്ങൾ, ഒരുപാട് വൈവിധ്യമാർന്ന കാഴ്ചകളൊക്കെ നമ്മളെ തേടി തമിഴ്നാട്ടിലുണ്ട്. ഓരോ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ പോവുകയാണ്. തമിഴ്നാട് ഒരിക്കലും കണ്ടു തീരാൻ പറ്റുന്ന ഒരു സംസ്ഥാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പുതിയ യാത്രകൾ എപ്പോഴും നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോരുന്നത്. ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. മാത്രമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെ കണ്ടില്ലേ, എത്ര മനോഹരമായൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അതാണ് തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ പാലക്കാടും കുട്ടനാടൊക്കെ കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ ഈ ഒരു മനോഹരമായ പാടശേഖരങ്ങളും പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാരെയും അതോടൊപ്പം തന്നെ ചുറ്റും കാറ്റാടി പാടങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ. പാലക്കാട് പിന്നെ നമുക്ക് കാറ്റാടി പാടങ്ങളൊന്നുമില്ല, കുട്ടനാട്ടിലും കാറ്റാടി പാടങ്ങളൊന്നുമില്ല. എന്നാൽ തെക്കൻ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കാറ്റാടി പാടങ്ങളും മനോഹരമായ ഫ്രെയിമുകളും മലനിരകളൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ക്യാമറ പിടിക്കുന്നത് അനിൽ സാറല്ല എന്നുള്ളതാണ്. ആരാണെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ആൻഡോയാണ്. ആൻഡോയെ കുറച്ചെങ്കിലും പേർക്ക് പരിചയമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്ഥിരമായിട്ടുള്ള വീഡിയോകൾ കാണുന്ന ആൾക്കാർക്ക് ആൻഡോയെ പരിചയമുണ്ടായിരിക്കും. അദ്ദേഹം തൃശ്ശൂരുകാരനാണ്. എന്തായാലും അനിൽ സാറ് ഈ ഒരു യാത്രയിലില്ല. കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അനിൽ സാറ് ഇനിയൊരു ദീർഘയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. ഇവിടെ അടുത്തൊന്നുമല്ല, അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഒരു 6 മാസം കഴിഞ്ഞ് അനിൽ സാറിനെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഇനിയുള്ള 6 മാസം വരെ അനിൽ സാറിന് പകരം നമ്മോടൊപ്പം ആൻഡോയും അതോടൊപ്പം തന്നെ പല സുഹൃത്തുക്കളും പിന്നെ സോളോ ആയിട്ടൊക്കെ നമ്മൾ യാത്രകൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്ലാനുകൾ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ആൻഡോയോടൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. ആൻഡോ, അങ്ങനെ വീണ്ടും യു അഗെയിൻ അങ്ങനെ വീണ്ടും തമിഴ്നാട് തമിഴ്നാടിൻ്റെ തോഴനായ തമിഴ്നാട് വിട്ടൊരു കളിയില്ല. എങ്ങനെയുണ്ട് നമ്മുടെ വശ്യഭംഗിയാർന്നിട്ടുള്ള ഈ തമിഴ്നാടിൻ്റെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ? തമിഴ്നാട് കിടിലോസ്കിലാണ്. അതാണ്, നമ്മൾ എത്ര വന്നാലും മടുക്കുന്ന ഒരു സ്ഥലമല്ല അല്ലേ? അതാണ് അതിൻ്റെ ഡിഫറെൻറ്റ് കാഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ്. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും കൂടെ ആൻഡോ പറ. ഇവിടെ ഒരു ആടും ട്രാക്ടറും എല്ലാം ഉണ്ട്. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കാഴ്ചകൾ ഒരുപാട് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു ആട്ടുംകൂടുണ്ട്, പിന്നെ അതിനോട് ചേർന്ന് ആട് വളർത്തൽ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ ഷെഡുണ്ട്, പിന്നെ ഒരു മോട്ടോർ പുരയുണ്ട്, പിന്നെ ട്രാക്ടർ ഇങ്ങനെ അവിടെ നില ഉഴുകുന്നുണ്ട്. കുറേ കൊക്കുകൾ ഇങ്ങനെ ആ ഒരു പാടശേഖരത്ത് വന്ന് അത് അതാണ് അവറ്റകൾക്ക് വേണ്ടുള്ള തീറ്റ അത് തപ്പിയെടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനത്തെ എത്ര മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ തേടിയിരിക്കുന്നത് അല്ലേ? ഏറ്റവും അടുത്ത് പറയേണ്ടത് നല്ലൊരു ഫ്രെയിമാണ് അല്ലേ? അതായത് ഫ്രെയിമാണ്. പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗിയും അതോടൊപ്പം തന്നെ തെങ്ങിൻ തോപ്പുകളും അല്ലേ, പാടശേഖരങ്ങളും കാറ്റാടി പാടങ്ങളൊക്കെ ചേർന്ന് വളരെ ദൃശ്യഭംഗിയാർന്ന അല്ലേ സൂപ്പർ സ്ഥലം ഒരു പ്രദേശം. അതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെ ജീവിതത്തിന്റെ ഒരു ചെറിയ സെറ്റപ്പിലേക്കാണ് പോണത് ഇപ്പോൾ. അതെ, അത് മരുഭൂമിയാണ്, പക്ഷെ ഇത് പാടമാണ്. അതാണ് ആൾക്കാരെ കാണാം. അതാണ് നമ്മൾ ഈ കാണുന്ന 2 കൊട്ടവഞ്ചി പോലത്തെ കൊട്ട കണ്ടോ? അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ആട്ടിൻകുട്ടികളെ മൂടി വെക്കാനായിട്ടുള്ള ഒരു കൂടയാണ്. സൗണ്ട് കേട്ടില്ലേ? ഒരു അത്യാവശ്യം വലിയൊരു കൂടയാണ്. അതിങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് ആട്ടിൻകുട്ടികളെ. പിന്നെ തൊട്ടുപുറകിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേലി ഉപയോഗിച്ച് ആടിനെ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ വീടൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു ഷെഡുണ്ട്. പിന്നെ ഇവിടെ ഒരു മോട്ടറിൻ്റെ ഒരു പുരയുണ്ട്. മോട്ടോർ പുരയും പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ മെയിൻ കണക്ഷനൊക്കെ അവിടെ നിന്നാണ്. ഇതാണ് ബോർവെല്ലാണ് ഇവിടുത്തെ വെള്ളം. അപ്പോൾ ബോർവെല്ലിൻ്റെ ഒരു സംവിധാനമാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആടിനെ കാണാം. ആടിൻ്റെ ബ്രീഡൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം അദ്ദേഹത്തോട്. നമ്മൾ തൂത്തുക്കുടി പോയ സമയത്ത് ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ പൊക്കമുള്ള ഒരു ആടിനെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല കൊമ്പൊക്കെ ആയിട്ട് നല്ല തലയെടുപ്പാണ്. ആനയുടെ കാര്യം പറഞ്ഞ പോലെ നല്ല തലയെടുപ്പുള്ള ഒരു ആടിനെ നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞു വന്നത്, നമ്മൾ തൂത്തുക്കുടി പോയ സമയത്ത് നല്ല ഹൈറ്റുള്ള ആടുകളെ നമ്മൾ കണ്ടിരുന്നു. ഏകദേശം എൻ്റെയൊക്കെ ഈ ഒരു ഷോൾഡറിൻ്റെ പൊക്കമുണ്ട്. ഷോൾഡറിൻ്റെ അല്ലാതെ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ എന്നെക്കാളും പൊക്കമുണ്ട്. അത് നിന്ന് കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ ഷോൾഡറിൻ്റെ അടുത്ത് തന്നെ പൊക്കമുണ്ട്. വെറുതെ നിന്ന് കഴിഞ്ഞാൽ എണീറ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുക. അത് ഈ എന്താ പറയുക, ഇലയൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കും. അപ്പോൾ എണീറ്റ് നിൽക്കുമ്പോഴത്തേനും ശരിക്കും നമ്മളെക്കാളും പൊക്കത്തിലാണ് അത് ഇങ്ങനെ നിന്ന് ഇലയൊക്കെ പറിച്ച് കഴിക്കുന്നത്. അത് ആ ബ്രീഡ് അവിടെ മാത്രമേ ഉള്ളൂ. തൂത്തുക്കുടി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അങ്ങനത്തെ ബ്രീഡുകൾ. അതായത്
ആടാണെങ്കിലും നായ്ക്കളാണെങ്കിലും പിന്നെ അവിടുത്തെ കാളയാണെങ്കിലും അതൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ബ്രീഡുകളാണ് അവിടെ ഉള്ളത്. അത് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ലോക്കൽ ബ്രീഡ് തന്നെയാണ്, അതിന് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്. അതായത് ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിവുള്ള മൃഗങ്ങളാണ് അവിടെയുള്ളത്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും തൂത്തുക്കുടിയാണെന്ന്. നല്ല ചൂടുള്ള പ്രദേശമാണ്. അപ്പോൾ ആ ഒരു ചൂടിലും പിന്നെ നല്ല കാറ്റുള്ള പ്രദേശമാണ്, ആ കാറ്റിലും പിന്നെ ഉപ്പുള്ള പ്രദേശമാണ്. അങ്ങനെ ഉപ്പുള്ള പ്രദേശത്തൊക്കെ താമസിക്കാനും ആ ഒരു അനുയോജ്യമായ കാലാവസ്ഥയിൽ താമസിക്കുന്ന മൃഗങ്ങളെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുക. ഇവിടെ അങ്ങനത്തെ ആടുകളൊന്നുമല്ല, ഇതൊരു സാധാ നോർമൽ ആടാണ്. എന്നാൽ ഇതിനൊക്കെ ഒരു ബ്രീഡ് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ആടല്ല, പൊതുവേ ഒരു വേറെ ടൈപ്പാണ്. എനിക്ക് ആടുകളെക്കുറിച്ച് അത്ര അറിവില്ല കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് തമിഴ്നാടും അതോടൊപ്പം തന്നെ കർണാടകയിലൊക്കെ ഈ ഒരു ടൈപ്പ് ആടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ വേലി കെട്ടി തിരിച്ച് അതിനകത്ത് നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ് ഈ ആടുകൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു പകൽ സമയത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. ഇതിലൂടെ കഴിച്ചു വിട്ടാൽ അതിനെന്തെങ്കിലുമൊക്കെ തീറ്റ കിട്ടുകയെന്ന് നമ്മൾ വിചാരിക്കും. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വൈകുന്നേര സമയങ്ങളിൽ ഇപ്പോൾ ട്രാക്ടർ നില ഉഴുതുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഈ ഒരു സമയത്ത് അതിനെ ഇറക്കി വിടാനായിട്ട് സാധിക്കില്ല. വൈകുന്നേര സമയങ്ങളിൽ ഈ ആടുകളെ വേലി മാറ്റിയതിന് ശേഷം ഈ കാണുന്ന പാടശേഖരത്തേക്ക് ഇറക്കി വിടും. ആ സമയത്ത് ഇവറ്റകളുടെ കാട്ടം ഈ പാടശേഖരങ്ങളിൽ എല്ലായിടത്തും വീഴും. അപ്പോൾ ആ ഒരു സമയത്ത് ആടുകൾ ഇങ്ങനെ മേഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ കാട്ട് വിടുന്നതോടുകൂടി ഈ ഒരു പാടശേഖരം ഫലപുഷ്ടമാകുന്നു. അതിനു വേണ്ടിയിട്ടാണ് ആടുകൾ ഇവിടെ വേലി കെട്ടി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ മേഞ്ഞു നടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഞാൻ പറഞ്ഞതുപോലെ പാടശേഖരത്തൂടെ ട്രാക്ടർ ഇങ്ങനെ നിലകൊടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് സാധിച്ചത്. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മുന്നേ പറഞ്ഞതുപോലെ കാറ്റാടിപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും അതോടൊപ്പം തന്നെ കരിമ്പിൻ തോട്ടങ്ങളും വാഴത്തോട്ടങ്ങളും അതൊക്കെ തന്നെയാണ് ഈ ഒരു പാടശേഖരത്ത് ഇപ്പോൾ നിലവിൽ കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ കൃഷിയോ കാര്യങ്ങളൊന്നുമില്ല, കൊയ്ത്ത് കഴിഞ്ഞ ഒരു സമയമാണ്. കൊയ്ത്ത് കഴിഞ്ഞിപ്പോൾ നില ഉഴുതുന്ന ഒരു സമയമാണ്. അതിനാണ് ട്രാക്ടർ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലമൊക്കെ ഉഴുത് അതിനി അടുത്തൊരു മഴ വരുന്നതോടുകൂടി വിത്ത് പാകുകയും അത് പിന്നെ വളർന്നു വലുതായി നെല്ലക്കായി മാറുന്നതാണ്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായ ഭൂപ്രദേശത്ത് നിന്ന് വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിനി തൽക്കാലം ഇവിടെ നിന്ന് തിരിച്ചു മടങ്ങാം. ഇനിയും കുറേ യാത്രകൾ ചെയ്യാനുണ്ട്. ഒരുപാട് നല്ല കാഴ്ചകൾ നമ്മളെ തേടിയിരിപ്പുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്ത് നിന്ന് താൽക്കാലികമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. அண்ணா இப்போ விவசாயம் வந்து லாபம் இருக்கா? இப்போ என்ன பண்ணிட்டு இருக்குது? வாழைக்கு தடம் எடுத்துட்டு இருக்கா? ஓ சரி சரி சரி. முன்னாடி நெல் தானே? நெல் கேரளா. வண்டி அங்கே இருக்கு. எல்லாம் இங்கே தான் விவசாயம் தான். ஆஹா. வாழைக்கு லாபம் இருக்கா? வாழை நெல் கிருஷி ரொம்ப கஷ்டம். நல்ல லாபம் தான். ஓஹோ. வாழை நெல் லாபம் தான். ஒரு வருஷம் வாழை ஒரு வருஷம் வந்துடும். நெல் வந்து 6 மாதம். நெல் நட்டாச்சுன்னா 3 மாதத்தில் 110 நாள் தானே? 110 நாள். ஆமாம். ஓ. ஆனால் மிஷினுக்கு வந்துடணும். ஆமாம். சரியாண்ணே? ஓகே சரி. சரி. നമ്മൾ നടന്നു വരുന്ന വഴിയിൽ ആ നിലത്തിൻ്റെ ഉടമസ്ഥനെ കണ്ടു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അദ്ദേഹം പണിയുടെ തിരക്കിലായിരുന്നു. എന്തായാലും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. അതായത് നേരത്തെ നെൽകൃഷിയായിരുന്നു, ഇനി അടുത്തത് വാഴയാണ് കൃഷി. വാഴയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സീസണും ഓരോ കൃഷി ഉണ്ടാവുമല്ലോ അല്ലേ? ഓരോ സീസൺ കൃഷി കഴിഞ്ഞ് പിന്നെ വാഴ, പിന്നെ അവർ ചിലപ്പോൾ കരിമ്പിടും, ചോളം ഇടും, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ സീസണിലും ഓരോ കൃഷി രീതികളാണ് ഇവിടെ അവലംബിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാഭകരമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ കർഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടമെന്നല്ല പറയുന്നത്, കൃഷി നഷ്ടം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവരോട് ചോദിച്ചു വാഴയൊക്കെ ലാഭമാണോ നഷ്ടമാണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത് നല്ല ലാഭമാണ്, വെള്ളം കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാലും മഴയും അതൊക്കെ കിട്ടിക്കഴിഞ്ഞാലും നല്ല ലാഭമാണ്. അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെല്ല് ചിലപ്പോൾ നഷ്ടമായിരിക്കില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാം നെല്ല് നല്ല ലാഭമാണ്,
എല്ലാം ലാഭമാണ്. എല്ലാ ലാഭമാണ്. അപ്പം നഷ്ടമാകുന്ന പക്ഷെ വേറെ കാര്യം, ഒരു കാര്യം ശ്രദ്ധിച്ചു, അവർ തന്നെയാണ് കൃഷി ചെയ്യണത്, പണിക്കാരല്ല. ശരിയാ. സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഉൾപ്പെടെ ഇറങ്ങി ആ കുടുംബം സമേതമാണ് അവിടെ പണിയെടുക്കുന്നത്. അപ്പൊ അവിടെയാണെങ്കിൽ ആ ചേച്ചിയും ഹസ്ബൻഡ് വൈഫുമാണ്. അപ്പൊ അവര് ഒരുമിച്ച് നിന്നാണ് ആ ഒരു പണികൾ, അവിടുത്തെ പണികളൊക്കെ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം വന്നാൽ പുറത്തുനിന്ന് ആളെ വിളിക്കും. അതിപ്പോ ഹാർവെസ്റ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് ബൾക്കായിട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും വേണ്ടി വരും. അതെ. പിന്നെ കുറെ ഇപ്പൊ മെഷീനറികളായില്ലോ. അത് നെല്ലിന് മതി എന്ന് പറഞ്ഞു. വാഴയൊക്കെ ചുമന്ന് കൊണ്ടുപോയിട്ടാണ് പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞു. പിന്നെ ട്രാക്ടറിൽ വന്ന് കയറ്റിക്കൊണ്ടു. അതാണ് നല്ല ലാഭം എന്ന് പറഞ്ഞു. മഴയൊക്കെ കിട്ടിയാൽ അവർക്ക് നല്ല ലാഭമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കൃഷി സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് പറഞ്ഞില്ല. പേര് പറഞ്ഞില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുനെൽവേലിക്ക് അടുത്തുള്ള കാവൽക്കിണർ എന്ന സ്ഥലത്താണ്. കാവൽക്കിണർ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാവൽക്കിണർ. എന്തായാലും നടന്ന് മെയിൻ റോഡിലേക്ക് എത്തി. നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ജിപ്സിയിലാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. നല്ല വെയിലുണ്ട്. അതോടൊപ്പം തന്നെ 4 വരി പാതയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന വഴിയെ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരുനെൽവേലി എത്തും. തിരുനെൽവേലി ഏകദേശം ഒരു 45-50 കിലോമീറ്ററോളം ഉണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. രാവിലത്തെ പരിപാടികൾ നമ്മൾ ജസ്റ്റ് ആരംഭിച്ചോളൂ. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു ഹോട്ടലുണ്ട്, അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മുടെ യാത്ര ഇനി മുന്നോട്ട് പോകാൻ. അങ്ങനെ ഇതാ നമ്മൾ തിരുനെൽവേലി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തിരുനെൽവേലി എത്തി. നമ്മൾ യാത്ര ആരംഭിച്ച സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്ററോളം മാറിയിട്ടായിരുന്നു തിരുനെൽവേലി. വരുന്ന വഴിയിൽ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഒരിടത്ത് കയറി. അവിടുന്ന് ദോശയൊക്കെ കഴിച്ചു. പെട്ടെന്ന് ഫുഡ് കഴിച്ച് അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. അങ്ങനെ തിരുനെൽവേലി എത്തിച്ചേർന്നിരിക്കുകയാണ്. തിരുനെൽവേലിയിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം റെഡ്ഡിയാർപ്പെട്ടി. നമ്മളെ ഒരു സിനിമയിലുള്ള അത് തന്നെ, അതാ ഞാൻ പറയാൻ വന്നത്. റെഡ്ഡിയാർപ്പെട്ടി എന്ന് പറയുമ്പോഴത്തേന് ചിലപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് അറിയോ? കാരണം അത്ര ഫേമസ് ഒന്നും അല്ലല്ലോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ്ഡിയാർപ്പെട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുൽഖർ സൽമാൻ അഭിനയിച്ച നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമയുടെ ഒരു ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ മുന്നത്തെ വീഡിയോയിലൂടെയൊക്കെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ആൻഡോ. നമ്മൾ വന്നിട്ടുണ്ട് മുമ്പ് ഈ സ്ഥലത്ത്. ഞാനും അനിൽ സാർ വന്ന സമയത്ത് ഇതിനെക്കുറിച്ച്, ഈ ഒരു റോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ സിനിമകൾ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. തമിഴിലും അല്ലേ? തമിഴിലും ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. കന്നഡയൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, നമുക്കറിയില്ല എന്നുള്ളതാണ്. എന്തായാലും ലൊക്കേഷനും ആ റോഡൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ റോഡിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ എന്തിനാ വന്നെന്നുള്ളത് പറഞ്ഞില്ല. ഇവിടെ നമ്മളൊരു മലയുടെ മുകളിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വീണ്ടും മല. അതല്ല, ഇത് ചെറുതാ അല്ല. ആൻഡോയോടൊപ്പം യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മല കയറാതെ നമ്മുടെ യാത്ര മുന്നോട്ട് പോകാറില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കുറച്ച് ഓഫ് റോഡൊക്കെ താണ്ടിയാണ് നമ്മളിതിലെ മുകളിലേക്ക് കയറി വന്നത്. നമ്മുടെ വണ്ടി അവിടെ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരാനുള്ള പ്രധാന കാരണം, പണ്ടൊരിക്കലും വന്നിട്ടുണ്ട് ഇവിടെ. അന്ന് ഇവിടെ കാട് പിടിച്ചെടുക്കായിരുന്നു. അവിടെ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളന്നേരം ചോദിക്കുകയും ചെയ്തു, എന്തിനാണ് ഇതിന്റെ മുകളിലൊരു ബിൽഡിംഗ് പണിയുന്നത്? അതാണ്. അപ്പം ഈ ഒരു ബിൽഡിംഗ് പണിത് എന്തിനാണെന്നുള്ളത് നമുക്ക് അന്നേരം മനസ്സിലായില്ല. ഇപ്പോൾ എന്തിനാണത് പണിതത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിനോട് ചേർന്ന് ഒരു സംഭവം കാണാം, ഒരു സ്റ്റാച്യു കാണാം. ആ സ്റ്റാച്യുവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റ് അനിമലിനെയാണ് അവിടെ വെച്ചേക്കുന്നത്. ഇവരുടെ, അതായത് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ സംസ്ഥാന മൃഗം. അതിന്റെ പേര് നീലഗിരി താർ, അതായത് നീലഗിരി വരയാട് എന്ന് വേണമെങ്കിൽ പറയാം. തമിഴിലും വരയാട് തന്നെ പറയാം അല്ലേ? അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ അന്ന് വന്നു കഴിഞ്ഞപ്പോൾ പണിതുകൊണ്ടിരുന്ന ബിൽഡിംഗ്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഒക്കെ ആയി അല്ലേ? എനിക്ക് തോന്നുന്നത് ഒരു വാച്ച് ടവർ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത്. ഹൈറ്റിലാണല്ലോ ഇത് നിൽക്കുന്നത്. അതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു വ്യൂ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടേക്കാണെങ്കിലും പണികളൊന്നും തീർന്നിട്ടില്ല അല്ലേ? അല്ല, ജസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്, കാർ പാർക്കിംഗ് ഏരിയ വന്നിട്ടുണ്ട്, റോഡായിട്ടില്ല. റോഡ് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് വരാൻ പറ്റും. സെറ്റായി കാറൊക്കെ നമ്മുടെ കാർ ആയതുകൊണ്ട് കയറി. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനമാണെങ്കിൽ നമുക്ക് അനായാസം മുകളിലേക്ക് വരാനായിട്ട് സാധിക്കും. കാറാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അടിയൊക്കെ തട്ടി വേണമെങ്കിൽ കൊണ്ടുവരാം, ബുദ്ധിമുട്ടിച്ച് വേണമെങ്കിൽ കൊണ്ടുവരാം. നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനുണ്ടല്ലോ. നമ്മൾ തിരുനെൽവേലിയിൽ നിന്ന് മധുരയ്ക്ക് പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ തന്നെ ഒരു വലിയ സ്റ്റാച്ചു നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ ഒരു വാച്ച് ടവർ ഒക്കെ കണ്ട് തൊട്ട് താഴെ കാണുന്ന മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വാരി വിതറിയ പോലെ കുറേ കെട്ടിടങ്ങൾ നമുക്ക് കാണാം. ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, വാരി വിതറിയ പോലെ, വാരിയിട്ട പോലെ വിതറിയിട്ടേക്കുന്ന പോലെ. ഇതിന്റെ വാച്ച് ടവറിന്റെ മുകളിൽ ഇതിനേക്കാളും നല്ല വിഷ്വൽസ് സെറ്റായിട്ട് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു മനോഹരമായ ഒരു വ്യൂ കാണാം. പിന്നെ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ നല്ല കാറ്റുള്ള ഒരു പ്രദേശമാണ്. നല്ല ചൂടാണ് ഇവിടെ. പക്ഷേ ഈ ഒരു ചെറിയ കാറ്റ് വീശുന്നതുകൊണ്ട് നമുക്ക് അത്ര ഒരു ചൂട് അനുഭവിക്കുന്നില്ല. അതാണ്. പിന്നെ വേറെ കാര്യമുണ്ട്,
വെയിൽ പക്ഷെ നല്ല കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട്. വെയിലൊക്കെ നന്നായി കൊള്ളുന്നുണ്ട്. അതാണ്. ഇനിയിപ്പോൾ ആൻഡ്രോ തിരിച്ചു പോകുമ്പോഴത്തേനും കറുത്ത കരിവീട്ട് പോലെ ആയിപ്പോവും. ഇപ്പോൾ തമിഴ്നാട്ടിൽ നല്ല ചൂടാണ്. നല്ല ചൂടുണ്ട്. ഈ ചൂടൊക്കെ താണ്ടി നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ഗ്രാമങ്ങൾ തേടിയും നല്ല നല്ല സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് തേടി അലയുകയാണ്. അതിനിടയ്ക്ക് മലകയറ്റവും കൂട്ടത്തിൽ മലകയറ്റവും. മലകയറ്റം അത് പറ്റില്ല. അതെ, പക്ഷെ ഇത് മല എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു സംഭവം, ചെറിയൊരു മല, ചെറിയ ഒരു ഉയർന്ന പ്രദേശം അങ്ങനെ പറയാം. പക്ഷെ നല്ല വ്യൂ ആണ്. അത് കാരണമാണ് അവർ ആ വരയാടിന്റെ സ്റ്റാച്ചു ഇവിടെ വെച്ചേക്കുന്നത്. അതാണ്. നമുക്ക് ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കറക്റ്റ് എത്രയോ ദൂരത്ത് നിന്ന് കണ്ടെന്ന് അറിയും. അല്ല, വേറൊരു കാര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ ചിന്തിക്കും എന്തിനാണ് ഇപ്പൊ ഇവിടെ കൊണ്ട് ഈ വരയാടിനെ വെച്ചിരിക്കുന്നത്. അത് ശരിയാ, സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അത് ശരിയാ, നമുക്ക് ഇത് അറിയാം. അതെ, ഇവിടുത്തെ സ്റ്റേറ്റ് ആനിമൽ ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അറിയാൻ മേലാത്തവർ എന്തായാലും വിചാരിക്കും ഈ ഒരു വരാടിനെ കൊണ്ട് എന്തിനാണ്. പക്ഷെ അങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ ഇനി ഓർത്തണം, PSC ഒക്കെ പഠിക്കുന്ന ആൾക്കാർ ഓർത്തിരിക്കുക അല്ലേ. PSC ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. തമിഴ്നാടിന്റെ മൃഗം എന്ന് പറയുന്നത്, സംസ്ഥാന മൃഗം എന്ന് പറയുന്നത് വരയാടാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ വാച്ച് ടവറിന്റെ മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറിയിട്ട് അവിടുത്തെ വ്യൂ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ നടന്ന് വാച്ച് ടവറിൻ്റെ രണ്ടാമത്തെ നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തൊട്ട് താഴേക്ക് നോക്കുമ്പോഴത്തേനും മനോഹരമായ ആ നാഷണൽ ഹൈവേ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് NH44 ആണ് കേട്ടോ. NH44 കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കാശ്മീരിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ ആണ് ഈ കാണുന്നത്. അതിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തിരുനെൽവേലി കഴിഞ്ഞ് മധുരയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ റെഡ്ഡിയാർപ്പെട്ടി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ തൊട്ട് താഴെയാണ് ദുൽഖറിൻ്റെ സിനിമ ഷൂട്ട് ചെയ്തത്. നമുക്കിപ്പോൾ ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേനും ഒരു മലയിടുക്കിൻ്റെ ഇടയിലൂടെ ഒരു വഴിയുണ്ട്. ആ ഒരു ഭാഗത്താണ് ഷൂട്ടിംഗ് നടന്നത്. പണ്ട് ഞാനും ആരുടെയും വരുന്ന സമയത്ത് വളരെ കഷ്ടപ്പെട്ട് ഈ കാട്ടിലൂടെ എല്ലാം കയറി, അവിടെ ഒരു ചെറിയ കുന്നും പ്രദേശമുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നടന്ന് കയറി കഷ്ടപ്പെട്ടിട്ട് പോയിട്ട് താഴേക്കുള്ളൊരു വ്യൂ ഞങ്ങൾ വീഡിയോ പകർത്തിയിരുന്നു. അപ്പോൾ അന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്ന ആ ഒരു വ്യൂ കണ്ടത്. കാരണം ദുൽഖർ ആ ഒരു സിനിമയിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. അന്ന് ഞാൻ പറയില്ല, അന്ന് ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെട്ടിത്തെളിച്ച് മനോഹരമാക്കി എല്ലാവർക്കും വന്ന് മനോഹരമായിട്ട് ആ ഒരു വ്യൂ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ കഷ്ടപ്പെട്ട് അങ്ങോട്ട് നടന്നൊന്നും പോകേണ്ട കാര്യമില്ല. ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്. ചൂടുണ്ട് ഇല്ലെന്നല്ല, എന്നാലും കാറ്റ് വീശുന്നതുകൊണ്ട് നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും മറക്കണ്ട, കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തുനിന്നോ കൊല്ലം ഭാഗത്തുനിന്നൊക്കെ മധുരയ്ക്കോ അല്ലെങ്കിൽ തിരുനെൽവേലി വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വഴിയിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി ഇവിടുത്തെ ഒന്ന് കാഴ്ച കണ്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരൊഴിച്ച് പുറത്തുനിന്ന് ആൾക്കാരെന്തായാലും വന്ന് ഈ ഒരു സ്ഥലം കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്ക് കണ്ടാണല്ലോ, ആൾക്കാരും ഇങ്ങോട്ട് കയറി വരുന്നില്ല. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, നമ്മളിപ്പം നല്ല ഉച്ച സമയത്താണ് ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. 2 യുവാക്കൾ നട്ടുച്ച വെയിലത്ത് ഇതിൻ്റെ മുകളിൽ കയറി ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നു. എന്തായാലും നമ്മളിവിടെ വന്നു, നല്ല മനോഹരമായ കാഴ്ച കാണുന്നു. ഇവിടെയായിട്ട് ആ ഒരു സ്റ്റാച്ചു കാണാം. നല്ല വലുപ്പത്തിലാണ് ആ ഒരു സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ഇനി ഒരുപാട് നേരം സമയം ഇവിടെ ചിലവഴിക്കുന്നില്ല. നമ്മളിനി നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ്. എങ്ങോട്ടാണ് എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. മധുര ഭാഗത്തേക്കാണ് നമ്മുടെ യാത്ര തുടരുന്നത്. പോകുന്ന വഴിയിൽ ഓരോ കാഴ്ചകൾ കണ്ട് നമ്മളങ്ങനെ അങ്ങ് പോകും. പിന്നെ പുതിയ പുതിയ ഗ്രാമങ്ങളും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ തേടിയുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എന്തായാലും തിരുനെൽവേലിയിൽ നിന്ന് പിന്നെയും കുറേ കൂടിയൊക്കെ ദൂരം സഞ്ചരിച്ച് മധുര പോകുന്ന റൂട്ടിൽ സന്നാട് പുടുകുടി എന്ന
ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാനും ആൻറ്റോയും കൂടി ആ ഒരു പേര് വായിക്കാനായിട്ടൊരു 30 സെക്കൻഡ് എടുത്തു എന്നുള്ളതാണ് സത്യം. നമ്മൾ സാധാരണ പെട്ടെന്ന് ബോർഡൊക്കെ വരുമ്പോഴത്തേനും അത് വായിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു പേര് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് എന്താ ഇവർ എഴുതി വെച്ചേക്കുന്നതാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേര്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഗ്രാമത്തിലെ ഒരു ചേച്ചിയെ കണ്ടു. അവരോട് ചോദിച്ചു ഈ ഗ്രാമത്തിൻ്റെ പേരെന്താണെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു സന്നാട് പുടുകുടി എന്നാണെന്ന്. പെട്ടെന്ന് നമ്മളത് വായിക്കുമ്പോഴത്തേനും അത് കിട്ടില്ല. ഒരു 30 സെക്കൻഡെങ്കിലും എടുത്തെങ്കിലേ നമുക്കത് വായിച്ച് തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും സന്നാട് പുടുകുടി എന്ന ഒരു ചെറു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ അധികം വീടുകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. 100 വീടുകളോളം ഉണ്ടെന്നാണ് നമുക്കിവിടെ ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതിലേറ്റവും കൂടുതൽ പഴയ വീടുകളാണ്. പഴയതും പുതിയതുമായിട്ടുള്ള വീടുകളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പഴയ വീടുകളാണ്. ഓടുമേഞ്ഞ ഒരു തമിഴ് ടിപ്പിക്കൽ ഗ്രാമം എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ലാണ്. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. തെങ്ങ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഗ്രാമവാസികൾ പറഞ്ഞത് പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് നെല്ലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചില സമയങ്ങളിൽ ചോളവും കൃഷി ചെയ്യാറുണ്ടെന്ന്. വെയിലടിക്കുക കേരളാവിൽ നിന്ന് വന്നേ. വെയിൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ നെല്ല് കൂടാതെ ഇവരുടെ മറ്റു പ്രധാന കൃഷി എന്ന് പറയുന്നത് ചോളമാണ്. ചോളം ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ നെല്ലിൻ്റെ സമയമായതുകൊണ്ട് നെല്ലാണ്. നെല്ല് കഴിയുമ്പോഴത്തേനും ചോളം അവർ കൃഷി ചെയ്യും. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ലും ചോളവുമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വാഴയും കൃഷി ചെയ്യുന്നുണ്ട്. വാഴ കുറച്ച് ആൾക്കാരെ കൃഷി ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ജലാശയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അധികം വെള്ളമൊന്നുമില്ല. ഇപ്പോൾ മഴയില്ലല്ലോ. മഴയില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം വളരെ താഴ്ന്ന നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുക. മഴക്കാല സമയങ്ങളിൽ ഈ ഒരു ജലാശയം നിറഞ്ഞു കിടക്കുമെന്നും ഇവിടുത്തെ ഗ്രാമവാസികൾ നമ്മളോട് പറഞ്ഞു. ആ ഒരു സമയത്ത് അവർ മീനൊക്കെ പിടിക്കാറുണ്ട്. കാരണം ഇതിനോട് ചേർന്നൊരു കുട്ടവഞ്ചിയൊക്കെ ഇരിപ്പുണ്ട്. കുട്ടവഞ്ചിയുടെ പ്രധാന ഉദ്ദേശം മീൻപിടുത്തമൊക്കെ തന്നെയാണ്. ഇപ്പോൾ എന്തായാലും അതൊന്നുമില്ല. കാരണം ജലാശയം വറ്റിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സമയത്ത് ജലാശയത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആടുകളെ ഇവിടുത്തെ ഗ്രാമവാസികൾ അഴിച്ചുവിട്ടിട്ടുണ്ട്. അതിങ്ങനെ മേഞ്ഞു നടക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കാറ്റാടിപ്പാടങ്ങളാണ്. നമ്മൾ കാവൽക്കിണറിൽ നിന്ന് യാത്ര ആരംഭിച്ചപ്പോൾ മുതൽ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കാറ്റാടിപ്പാടങ്ങൾ കണ്ടിരുന്നു. അത് അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ അതിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. വിശാലമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കാറ്റാടിപ്പാടങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രദേശങ്ങളിലെല്ലാം നല്ല കാറ്റുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിലാണെങ്കിലും കാറ്റടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ തഴുകി ഇങ്ങനെ അങ്ങ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ഗ്രാമത്തിലേക്ക് പോകാം. അധികം ദൂരമില്ല. ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകൾ കൂടി കാണാം. നമ്മുടെ വാഹനം ഒരു ഭാഗത്തായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്താണെങ്കിൽ പോലും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്രദേശം കാണാനായിട്ട്. പ്രത്യേകിച്ച് പുൽമേടുകളും അതോടൊപ്പം തന്നെ ആ പുൽമേട്ടിലൂടെ ആടുകളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന കാഴ്ചകൾ കാണാനാണെങ്കിലും പിന്നെ കാറ്റാടിപ്പാടങ്ങളുടെ ആ ഒരു ഭംഗി, പിന്നെ തെങ്ങും തോപ്പുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമപ്രദേശം എന്ന് എടുത്തു പറയാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളിതാ നടന്ന് ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പഴയ വീടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് വർഷം പഴക്കമുള്ള വീടുകളാണ്. മൺകട്ടകളൊക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. പിന്നെ കുറേ പുതിയ വീടുകളും വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും ഏറ്റവും കൂടുതൽ പഴയ വീടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. വളരെ ശാന്തമായ ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. അധികം ഒച്ച ബഹളമൊന്നും നമുക്കിവിടെ കേൾക്കാനായിട്ട് സാധിക്കില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഗ്രാമം, നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ഗ്രാമത്തിന്. പ്രത്യേകിച്ച് പഴയ വീടുകളുടെ ഭംഗി അത് പറയാതിരിക്കാൻ വയ്യ. അത്രയും മനോഹരമായ വീടുകളും ചുറ്റുപാടുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക.
നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലത്തെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കില്ല. പിന്നെയും കുറച്ചെങ്കിലും നമുക്ക് ഭംഗി തോന്നുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പാലക്കാടുള്ള കൽപ്പാത്തി അഗ്രഹാരമാണ്. കൽപ്പാത്തി മാത്രമല്ല, പാലക്കാടുള്ള അഗ്രഹാരങ്ങളൊക്കെ നല്ലൊരു ഭംഗിയാണ് നമ്മളവിടെ അവരുടെ ആ ഒരു ഗ്രാമത്തിലൊക്കെ പോകുമ്പോഴത്തേനും. എന്ന് പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങൾ ഇതുപോലെയാണ്. இங்கே உட்காருங்களா? ശരി ശരി. അപ്പോൾ അങ്ങനെ ഊരിലൂടെ നടക്കുന്ന സമയത്ത് ഒരു അയ്യാനെ പരിചയപ്പെട്ടിരിക്കുകയാണ്. അയ്യയുടെ പേരെന്ന്? സെപ്പാനിക്കോണ. ഓക്കെ. അപ്പോൾ നമ്മൾ ഗ്രാമത്തിലുള്ള ഒരു അയ്യാനെ പരിചയപ്പെട്ടിരിക്കുകയാണ്. അയ്യ വ്യവസായം பண்ணிட்டு വ്യവസായം. എന്നാ വ്യവസായം பண்ணிட்டு இருக்கீங்க? ഓ, ആട് മാട്. ഓ. പിന്നെ വേറെ ஏதாவது இங்கே விவசாயம் இருக்கு? என்ன ஒரே விவசாயம் தான். ஒரு டைமில் ஒரு விவசாயம் தான். இப்போ வந்து நெல் தான் இருக்கு. பின்ன அப்புறம் பருத்தி இருக்கு. அவ்வளோதான். சோளம் இருக்கு இல்லை இங்கே? சோளம்லாம் இப்போ விளையில, வெண்ணால விளைஞ்சி இப்போ விளைய மாட்டேங்குது. ஓ, ஏன் அந்த மாதிரி? கேப்ப சோளம், மயில் இருக்கு. அப்புறம் அழிச்சு போடுச்சு. மொசல் பன்னியெல்லாம் காட்டில் மேயுதில்ல. பன்னி இருக்குங்க? ஆமாம், பன்னியெல்லாம் ஏகப்பட்ட பன்னி மானு அங்கே உள்ள பூரா இங்கே வந்துட்டு ஒன்றும் விவசாயம் பண்ணலாம் பூரா திங்க தான் செய்யும். ஓ, அப்படியா? ഓ, ரொம்ப കഷ്ടം കഷ്ടം. ഓ, ശരി. അപ്പോൾ നമ്മുടെ അയ്യ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വ്യവസായം എന്ന് പറയുന്നത് കൃഷി ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പ്രധാനമായിട്ടും മാനുണ്ട്, അതോടൊപ്പം തന്നെ പന്നിയുണ്ട്, പിന്നെ മയിലൊക്കെ വന്ന് നെല്ല് കഴിക്കും. പിന്നെ ഓ, ശരി. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് ഇവിടുത്തെ വ്യവസായത്തെക്കുറിച്ച് ഇവർ പറയുന്നത്, കൃഷിയെക്കുറിച്ച് ഇവർ പറയുന്നത്. അപ്പോൾ വ്യവസായം ரொம்ப കഷ്ടമായിട്ടേ ഇருக்கு. ഒരു ബുദ്ധിമുട്ടാണ് കൃഷി സംബന്ധമായ കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ചെറിയ വീടുകളാണ്, ചിന്ന വീടുതാ ഇங்கே. പുതുസാக വീട് വന്നിട്ടേ ഇருக்கு കൊഞ്ചം താ. ഒന്നൊന്നാ കെട്ടിക്കിറക്ക്. അതായത് പുതിയ വീടുകളൊക്കെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ബാക്കിയെല്ലാം പഴയ വീടുകളാണ്. നമ്മളിവിടെ കണ്ടു കഴിഞ്ഞല്ലോ. എന്തായാലും അതാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്കൊന്നുകൂടെ കറങ്ങി വരാം. ശരിയാ. അങ്ങനെ എന്തായാലും ഊരിലൂടെ ഇങ്ങനെ നടന്ന ഓരോ കാഴ്ചകൾ കാണുകയാണ്. ഈ ഒരു ഭാഗത്തൊരു സ്കൂളുണ്ട് കേട്ടോ. 10 വരെ ക്ലാസ് ഉണ്ടെന്നാണ് നമ്മോട് അയ്യ പറഞ്ഞത്. പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വീടുകളൊക്കെ തന്നെയാണ്. പിന്നെ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് ഒരു വലിയൊരു ഫ്ലെക്സ് ഇവിടെ കാണാം. ഈ ഒരു ഫ്ലെക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിനോടനുബന്ധിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സാണ് കേട്ടോ. കുറേ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഇവരുടെ വിവാഹത്തിനോടനുബന്ധിച്ച് അവരുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന ഫ്ലെക്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ കുറേ വീടുകളുണ്ട്. ആ ഒരു ഭാഗത്ത് ഒരു പഴയ വീട് കാണാം. ഇതൊക്കെ പഴയ വീടുകളാണ് കേട്ടോ. ഉണ്ടോ, ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ ഇതെല്ലാം പഴയ വീടുകളാണ്. പിന്നെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ കാണുന്നതാണ് സ്കൂള്. അവിടെയാണ് 10 വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഓരോ വീടിൻ്റെ മുൻപിൽ ഏത് വർഷം പണിതാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ 1982 പണിത വീടാണ്. പിന്നെ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ 1990-ലും 85-ലും ഒക്കെ പണിത വീടുകളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ വീടിൻ്റെ പേരുകൾ ചിലർ എഴുതി വെച്ചിട്ടുണ്ട്. TPSRB എന്നൊക്കെ പറഞ്ഞൊരു പേരുകൾ നമുക്ക് കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത്, ഈ തെരുവ് കണ്ടോ, എത്ര ഭംഗിയായിട്ടാണ് വൃത്തിയായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടോ. നല്ല ഭംഗിയായിട്ടെല്ലാം അടിച്ചു വാരി ഒരു ഇല പോലും നമുക്കിവിടെ കാണാൻ കഴിയില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഓരോ വീടിൻ്റെ മുൻപിലും ഇതുപോലെ കുറച്ച് അരപ്ലേസുകൾ കിട്ടിയിട്ടുണ്ട്. ഈവനിങ് സമയങ്ങളിൽ പ്രായമായ ആൾക്കാരൊക്കെ വന്ന് ഈ കാണുന്ന അരപ്ലേസിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അതൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു. ഗ്രാമക്കവലയിലൊക്കെ പോയിരുന്ന ആൾക്കാർ വർത്തമാനം പറയുക, കുശലങ്ങളൊക്കെ പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാമവാസികൾ ഓരോ വീടിൻ്റെ മുൻപിലിരുന്ന് തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിങ്ങനെ വളരെ സന്തോഷത്തോടെ ഓരോരോ ദിവസങ്ങളും പങ്കിട്ട് പോകുന്നതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ്. ഈ ഒരു സമയമായതുകൊണ്ടാണ് നമുക്കധികം ആൾക്കാരൊന്നും കാണാത്തത്. എല്ലാവരും കൃഷി ആവശ്യങ്ങൾക്കായിട്ട് പുറത്തേക്കൊക്കെ പോയിരിക്കുകയാണ്. അതായത് അവരുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണ്.
വൈകിട്ട് സമയം വരികയാണെങ്കിൽ ഒരു 5 മണിക്ക് ശേഷമൊക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റുമെന്നാണ് നമ്മൾ മുന്നേ പരിചയപ്പെട്ട ആ അയ്യ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ സന്നാട് പുടുകുടി എന്ന ഗ്രാമത്തിനോട് ഇവിടെ പറയുകയാണ് താൽക്കാലികമായിട്ട്. സന്നാട് പുടുകുടി എന്തായാലും കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു പേരായിരുന്നു അല്ലേ? സെന്നാട് പുടുകുടി പഠിച്ചു, കാണാപ്പാടമാക്കി. ഒരു വെറൈറ്റി പേര്, നമ്മൾ നേരത്തെ ഒരു പേര് കേട്ടിട്ടേ ഇല്ല അല്ലേ? എന്തായാലും അത് കൊള്ളാം. അങ്ങനെ എന്തായാലും ആ ഗ്രാമത്തിലെ കാഴ്ചകളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഗ്രാമത്തിലേക്കൊക്കെ വരുമ്പോഴല്ലോ, നമ്മൾ ഒരുപാട് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത് പല ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞ് തമിഴ്നാട്ടിലെ ഇതുപോലത്തെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോഴുണ്ടാകുന്നൊരു ഫീല് അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് അവരുടെ ആ ഒരു പഴയ വീട്, ആ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകൾ, പിന്നെ ആ ഒരു പ്രദേശം, വളരെ ശാന്തരായ ആൾക്കാർ, ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് അവിടെ എത്തുമ്പോഴത്തേനും. അത് നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. ശരിക്കും അതൊക്കെ വന്ന് കണ്ട് അവരോടൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഒരു പരിധിക്കുള്ളൊന്നും വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. അത് നേരിട്ട് വന്ന് അനുഭവിക്കുന്നതും വീഡിയോയിലൂടെ പറയുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഗ്രാമത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലത്തെയൊക്കെ യാത്രകൾ ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലൊക്കെ കയറി അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് അതോടൊപ്പം തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ പറ്റുകയാണെങ്കിൽ കാണുക. അത് ഗ്രാമക്കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. നമ്മൾ എപ്പോഴും ഗ്രാമങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലത്തെ ഗ്രാമങ്ങളില്ല. ഇപ്പോൾ വളരെ ചുരുക്കം ഗ്രാമങ്ങൾ മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, കൽപ്പാത്തിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, അല്ലെങ്കിൽ പാലക്കാടിൻ്റെ കുറച്ച് ഉൾഗ്രാമ പ്രദേശങ്ങളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ഗ്രാമങ്ങൾ കാണാം. എല്ലായിടത്തും ഉണ്ട്, കോഴിക്കോടാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും ഉണ്ട്. പക്ഷേ ഇതുപോലെ ഇത്രയും അടുപ്പിച്ച് വീടുകളൊക്കെ, പഴയ വീടുകളൊക്കെ നമുക്ക് കാണുക എന്ന് പറയുന്നത് വളരെ വിരളമായിരിക്കും. അത് ഇതുപോലെ തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലായിടത്തും പുതിയ വീടുകൾ വന്നു, 2 നില വീടുകളൊക്കെ വന്നു. അപ്പം അങ്ങനെ എല്ലാവരും പുതിയൊരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ ഗ്രാമവാസികൾ വളരെ സമയമെടുത്തിട്ടാണ് പുതിയ വീടുകളൊക്കെ വെക്കുന്നത്. ഇവിടെയാണെങ്കിൽ പോലും നമ്മൾ കണ്ടു, വിരലിൽ എണ്ണാവുന്ന വീടുകൾ മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പഴയ ടിപ്പിക്കൽ ഗ്രാമം തന്നെയാണ് നമ്മൾ കണ്ട സന്നാട് പുടുകുടി. എന്തായാലും ആ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നാഷണൽ ഹൈവേയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് മധുര ഭാഗത്തേക്കാണ് കേട്ടോ. ഈ കാണുന്ന വഴി നേരെ മധുരയ്ക്കാണ്. മധുരയ്ക്കിനി ഇവിടെ നിന്ന് ഏകദേശം 135 കിലോമീറ്റർ താഴെ ഉള്ളൂ. നമ്മൾ പോയ ഗ്രാമത്തിൽ നിന്ന് കന്യാകുമാരിക്ക് 135 കിലോമീറ്റർ ആണ്. അപ്പോൾ ഏകദേശം മധുരയ്ക്കും കന്യാകുമാരിക്കും മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം രണ്ടിടത്തേക്കും ഏകദേശം തുല്യ ദൂരമാണ്. അപ്പോൾ കന്യാകുമാരിക്കാണെങ്കിൽ 135, ഇങ്ങോട്ടാണെങ്കിൽ ഏകദേശം 135 കിലോമീറ്റർ ആണ്. എന്തായാലും മധുരയിലേക്കുള്ള യാത്ര തുടരുന്നു. മധുരയിൽ നിന്ന് നമ്മളിനി ദിണ്ടിഗൽ ഭാഗത്തേക്കൊക്കെ പോകുന്നതായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തുള്ളൊരു യാത്രയൊന്നുമല്ല, പുതിയ ഗ്രാമങ്ങൾ തേടി പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും എടുത്തു പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ മധുരയിലെത്തുമ്പം എന്തെങ്കിലും നല്ല ഗ്രാമങ്ങളുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും. ഇനി അതല്ല, കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദിണ്ടിഗലാവും. ദിണ്ടിഗലിൽ എന്തെങ്കിലും നല്ല കാഴ്ചകളുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങനെ അവിടെ പോയി ഗ്രാമക്കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും മധുരയിലേക്കുള്ള നമ്മുടെ യാത്ര തുടരാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോയും ഇതോടൊപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ ആൻഡോ? അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും യെസ്, ബൈ ബൈ.